ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡ്രാമ എക്സ്പ്ലെയിൻ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് മൈ അമേസിംഗ് ബോയ് ഫ്രണ്ട് സീസൺ 2 17ാമത്തെയും 18ാമത്തെ എപ്പിസോഡാണ്. അപ്പൊ നമ്മൾ ലാസ്റ്റ് എപ്പിസോഡിൽ കണ്ടത് നമ്മുടെ ഹീറോയിനും കൂടെ കുറച്ചൊന്ന് റൊമാൻറ്റിക് അടിക്കുന്നതായിട്ടായിരിക്കും. അപ്പൊ അതിനുശേഷം എന്താ നടക്കുന്നത് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ നോക്കാം. ഈ എപ്പിസോഡിന്റെ തുടക്കം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വാങ്ങും അവന്റെ ഗേൾഫ്രണ്ടും കൂടെ പബ്ബിലായിരിക്കും ഇരിക്കുന്നത്. നമ്മുടെ വാങ് പറയുന്നുണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ബോർ അടിക്കുന്നുണ്ട്, വാ നമുക്ക് വീട്ടിൽ പോവാം. വാങ് ഇവിടുത്തെ ചോദിക്കുന്നുണ്ട്, 4 ഡേറ്റ് തീർന്ന ഉടനെ തന്നെ നീ എന്നെ ബ്രേക്കപ്പ് ചെയ്യല്ലേ, ഉറപ്പല്ലേ? അപ്പൊ ഇവിടും തിരിച്ചു പറയുന്നുണ്ട്, അതെ, 4 ഡേറ്റ് കഴിഞ്ഞിട്ടും നിനക്ക് എന്നെ ഇഷ്ടമായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ ശല്യപ്പെടുത്താൻ വരത്തില്ല. അങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്തിനാ 4 ഡേറ്റ് ഒക്കെ വെച്ചേക്കുന്നത്? ഇപ്പൊ തന്നെ 2 ഡേറ്റ് കഴിഞ്ഞല്ലേ, എനിക്ക് നിന്നെ ഇഷ്ടമല്ല, ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം, വെറുതെ എന്തിനാ അതും കൂടെ വേസ്റ്റ് ആക്കുന്നേ, നമുക്ക് ഇപ്പൊ തന്നെ ബ്രേക്കപ്പ് ചെയ്യാന്ന് പറയുമ്പോ വെറും ദേഷ്യത്തിൽ ഇവന്റെ മുഖത്തോട്ട് നോക്കിയിട്ട്, ഓക്കെ 4 ഡേറ്റ് തീർന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ ഒരിക്കലും ബ്രേക്കപ്പ് ചെയ്യത്തില്ല, കുഴപ്പമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോ, വേണ്ട 4 ഡേറ്റും എടുത്തിട്ട് എന്നെ ബ്രേക്കപ്പ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഇവരും ആ ഒരു മുഖം കൊണ്ട് തന്നെ അവരെന്നെ കുടിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഹീറോയിനും ഫുഡൊക്കെ റെഡി ആക്കിയിട്ട് നമ്മുടെ ഫ്രണ്ട് മോൺസ്റ്ററിന് കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവള് വീട്ടിലോട്ട് എത്തുന്നുണ്ട്. ഇവള് കയറി വന്നതും കാണുന്ന കാഴ്ച നമ്മുടെ ഹീറോയും ഫ്രണ്ട് മോൺസ്റ്ററും കൂടെ ഇരുന്ന് നല്ല ചിരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും. ഇത് കണ്ടിട്ട് ഇവൾക്ക് എന്താ ഫീൽ ആയെന്ന് അറിയത്തില്ല, പക്ഷെ ഇവളും മിണ്ടാതെ നേരെ താഴത്തോട്ട് വന്നിരിക്കുന്നുണ്ട്. അപ്പൊ തന്നെ ഡോക്ടർ വന്നിട്ട്, എന്ത് പറ്റി, നീ ഫുഡൊന്നും കൊണ്ടു കൊടുത്തില്ലേന്ന് ചോദിക്കുമ്പോ, ഇല്ല അത് ഞാൻ കൊടുത്തോളാം, എനിക്ക് നിങ്ങളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവളെ പറ്റി കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അവൾ എത്ര വർഷം ജീവനോടെ ഇരിക്കും, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. അവള് കുറെ വർഷമൊക്കെ ഉണ്ടാവും, അവൾക്ക് മരണമൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പോ എടുത്തടിക്കുന്ന നമ്മുടെ ഹീറോയും പറയുന്നുണ്ട്, അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹീറോക്ക് അവള് ഫിക്സ് ചെയ്ത് കൊടുക്ക്, രണ്ടുപേർക്കും മരണമില്ലല്ലോ, അവർ ഒരുമിച്ച് ജീവിക്കട്ടെ എന്നും പറഞ്ഞ് ഇവൾ അവിടുന്ന് പോകുന്നുണ്ട്. നമ്മുടെ ഹീറോയെ അസിസ്റ്റന്റിന്റെ അടുത്തും പറയുന്നുണ്ട്, നമുക്ക് ഹീറോയെ അവൾക്ക് വേണ്ടി സെറ്റാക്കി കൊടുക്കാം, അതാകുമ്പോ അവർക്ക് ഒരുപാട് കാലം ഒരുമിച്ച് ജീവിക്കാൻ പറ്റും. എന്റെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഷോർട്ടാണ്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ ഒറ്റയ്ക്ക് വേണ്ടിയല്ലേ ജീവിക്കാൻ വേണ്ടിയിട്ട്. മോൺസ്റ്ററും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവരും ഹാപ്പി ആവത്തില്ലേ, ഇപ്പൊ ഒരു കുഞ്ഞും കൂടെ വരാൻ പോവല്ലേ, അതുകൊണ്ട് തന്നെ അവരെ ഒരുമിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ ഞാൻ തുടങ്ങാൻ പോവാണെന്ന് പറയുമ്പോ അസിസ്റ്റന്റും കുറെ പറയുന്നുണ്ട്, നീ എന്താ പ്രാന്തിയാണോ, എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും ഇവിടെ വിട്ടുകൊടുക്കാതെ തന്നെ ഇല്ലല്ല ഞാൻ അങ്ങനെ തന്നെ ചെയ്യുവാണെന്ന് പറയും. ഇങ്ങോട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഡോക്ടർ ഇല്ലേ, അവന് നമ്മുടെ ഫ്രണ്ട് മോൺസ്റ്ററിനെ കെയർ ചെയ്തുകൊണ്ടിരിക്കായിരിക്കും. അപ്പൊ ഇവിടെ പറയുന്നുണ്ട്, എന്നെ നോക്കാൻ എനിക്കറിയാം, നീ നിന്റെ വീട്ടിലോട്ട് പോയിട്ട് കുറെ ആയില്ലേ, നീ എന്തായാലും പൊക്കോ എന്ന് പറയുന്നുണ്ട്. ഇതൊന്നും എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ നിന്നെ നോക്കിക്കോളാം. ഇപ്പോഴും കാര്യം പറയുന്നുണ്ട്, ഞാൻ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്, എന്താണെന്നുണ്ടെങ്കിലും ഞാൻ നേരിട്ട് തന്നെ പറയും, എനിക്കറിയാം നിനക്ക് എന്നെ ഇഷ്ടമാണെന്നുള്ള കാര്യം, പക്ഷെ എനിക്ക് നിന്നെ ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ നീ നിന്റെ വീട്ടിലോട്ട് പോക്കോ, എന്നെ ഞാൻ നോക്കിക്കോളാം. അല്ല നീ എന്തൊക്കെയാ പറയുന്നതെന്ന് ചോദിക്കുമ്പോ, ഇല്ലല്ല ഞാൻ ഇനിയും വൈകിച്ചു കഴിഞ്ഞാല് അത് നിന്നോട് ചെയ്യുന്ന തെറ്റായിരിക്കും, ഞാൻ നിന്നെ ഒരിക്കലും ആ ഒരു ബന്ധത്തിൽ കണ്ടിട്ടില്ല, നിന്നെ ഞാൻ ഒരു ഫ്രണ്ട് ആയിട്ട് മാത്രമാണ് കണ്ടേക്കുന്നത്, ഇനിയും നമുക്ക് അങ്ങനെ ഒരു ഫ്രണ്ട് മാത്രമായിട്ട് പോകാനായിരിക്കും എനിക്കും നിനക്കും നല്ലത്. നമ്മുടെ ഡോക്ടർക്ക് വിഷമമായിട്ടുണ്ടെങ്കിലും അവിടെ പറഞ്ഞതിലും കാര്യമുണ്ടെന്ന് തോന്നിയിട്ട് ഓക്കെ ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ആളെ അവിടുന്ന് പോകുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഹീറോയും വാങ്ങും കൂടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഹീറോനെ നമ്മുടെ വാങ് ആണെന്നുണ്ടെങ്കിൽ പൂരിച്ചടുക്കുന്നുണ്ട്, നിന്നെ അവൾക്ക് ഇഷ്ടമല്ലാന്ന് തോന്നുന്നു, അതുകൊണ്ടല്ല അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അതേസമയം തന്നെ നമ്മുടെ ഹീറോയിനും അവിടെ എത്തുന്നുണ്ട്. ഇവിടെ കണ്ടതും ഇവർ രണ്ടുപേരും സൈലന്റ് ആവുന്നുണ്ട്. നമ്മുടെ ഹീറോയിനും പറയുന്നുണ്ട്, നീ അവളുടെ അടുത്തോട്ട് പോയിട്ട് ബുക്കൊക്കെ വായിച്ചു കൊടുക്കെന്ന് പറയുമ്പോൾ ഹീറോയിൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്, അതും എന്തിനാ, അവൾക്ക് ബുക്ക് കൊടുത്താൽ പോരെ, അവൾ തന്നെ വായിച്ചോളൂല്ലോ. അതൊന്നും പറ്റില്ല, അവൾക്ക് വേണ്ടിയിട്ടല്ല, നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ കുഞ്ഞിന് അതിന്റെ അച്ഛന്റെ സൗണ്ട് തന്നെ കേൾക്കണ്ടേ, അപ്പൊ നീ എന്തായാലും ഡെയിലി പോയിട്ട് ഓരോ കഥ പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്ക് എടുത്ത് അവന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ഇവിടെ ചെന്നിട്ട് നമ്മുടെ ഹീറോ ആ സ്റ്റോറിയൊക്കെ വായിച്ചു കൊടുക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഹീറോയ്ക്ക് ആണെന്നുണ്ടെങ്കിലും ഫ്രണ്ട് മോൺസ്റ്ററിനാണെന്നുണ്ടെങ്കിലും ആ ബുക്ക് തീരെ ഇഷ്ടമാവുന്നില്ല. ഇവളും ഒരു ഘട്ടത്തില് മതി സ്റ്റോപ്പ് ചെയ്യുമെന്ന് പറയുമ്പോ ഇവനും നീ തന്നെ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞല്ലോ, എനിക്കും തീരെ ഇഷ്ടമായില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ കാഷ്വൽ ആയിട്ട് സംസാരിച്ചു തുടങ്ങുന്നുണ്ട്. അവിടെ ഹീറോയിനും അവളുടെ വീടിന്റെ മുകളിൽ ഇരുന്നിട്ട് ഇവർ രണ്ടുപേരും നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഓക്കെ ഇവർ രണ്ടുപേരും ഇപ്പൊ ഹാപ്പി ആയിട്ടുണ്ട്, എങ്ങനെയെങ്കിലും ഇങ്ങനെ തന്നെ ഇവരെ സെറ്റ് ആക്കിയിട്ട് വരണം. അടുത്ത ദിവസം നമ്മുടെ ഹീറോ അവന്റെ വർക്കെല്ലാം കഴിഞ്ഞിട്ട് വേസ്റ്റ് ബിന്നിന്റെ അടുത്തോട്ട് വരുന്ന ടൈമിൽ തന്നെ നമ്മുടെ ഹീറോയും വന്നിട്ട് ഇങ്ങോട്ടൊന്ന് വന്നേ പറയുമ്പോ, അല്ല എന്താ ഓയൊക്കെ വിളിക്കുന്നത്, ഞാനെന്താ നായാണോ ഓയൊക്കെ വിളിച്ച വരാൻ, എന്റെ പേര് വിളിച്ചുകൂടെ ചോദിക്കുമ്പോ ഒന്നും മിണ്ടാതെ ഇങ്ങോട്ട് വാന്ന് പറയുമ്പോ ഇവരും അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. എന്താ കാര്യം ചോദിക്കുമ്പോ, നീ ഞാനും സിനിമയ്ക്ക് പോകണമെന്ന് നീ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമുക്ക് ഇന്ന് വൈകുന്നേരം പോവാന്നും പറഞ്ഞിട്ട് ഒരു ടിക്കറ്റ് എടുത്തിട്ട് അവന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഹീറോയ്ക്കും വളരെ സന്തോഷമായിട്ടുണ്ടായിരിക്കും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവള് കുറെ ഇതിന് ശേഷം ഇപ്പോഴല്ലേ ഒന്ന് സമ്മതിച്ച്, അങ്ങനെ അവൾക്ക് വേണ്ടിയിട്ട് തിയേറ്ററിൽ പോയിട്ട് വൈകുന്നേരം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അവിടെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹീറോയിൻ വരും നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് മോൺസ്റ്റർ ആയിരിക്കും അവിടെ വന്ന് നിൽക്കുന്നത്. അല്ല നീ എന്താ ഇവിടെ വന്നേക്കുന്നത് ചോദിക്കുമ്പോൾ, എന്നെ
എന്നെ നമ്മുടെ ഹീറോയിനെ വിട്ടേന്ന് പറയുന്നുണ്ട്. ഓക്കെ, എനിക്ക് മനസ്സിലായി, അവള് നമ്മളെ രണ്ടുപേരും ഒരുമിപ്പിക്കാനുള്ള എന്തോ പ്ലാനിങ്ങിലാണ്. നമ്മുടെ ഫ്രണ്ട് വിളിച്ചതും ഞാൻ നിന്നെ വെറും ഒരു ഫ്രണ്ടായിട്ട് മാത്രമാണ് കാണുന്നത്, എനിക്ക് നിന്റെ മേത്ത് വേറൊരു ഫീലിങ്സും ഇല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോയിൻ പറയുന്നത് എനിക്കും നീ ഒരു ഫ്രണ്ട് മാത്രമാണ്, പക്ഷെ അവളാണ് നമുക്കിടയിൽ എന്തോ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് നിനക്ക് വേറൊരാളെ ഇഷ്ടമാണെന്നുള്ള കാര്യമൊക്കെ എനിക്ക് അറിയാമെന്ന് പറയുമ്പോൾ ഇവളും ഷോക്ക് ആവുന്നുണ്ട്. എന്ത് നിനക്ക് അറിയാമെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അങ്കിള് വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ലേ, ആ ടൈമിൽ ഇവളുടെ ആക്ടിവിറ്റീസ് എല്ലാം ഇവൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഇവളും ഇപ്പോഴാണ് എനിക്ക് സമാധാനമായേ, ഞാൻ എങ്ങനെ നിന്റെ അടുത്ത് ഈ കാര്യം പറയുമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. അപ്പൊ ഒരുവിലും നിനക്ക് തന്നെ ഇങ്ങോട്ട് കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ, ഇതുകൊണ്ട് നിനക്ക് യാതൊരു പ്രശ്നമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോ എനിക്കും പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇവര് സംസാരിച്ചുകൊണ്ട് പോകുന്നത് നമ്മുടെ ഹീറോയിന് ദൂരെ ഇരുന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, നമ്മൾ അവളെ വെറുതെ വിഷമിപ്പിക്കേണ്ട, നമ്മൾ എന്തായാലും വന്നതല്ലേ, സിനിമ കണ്ടിട്ട് പോവാന്നും പറഞ്ഞിട്ട് രണ്ടുപേരും സിനിമ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. ഇത് കണ്ടതും നമ്മുടെ ഹീറോയിന് സന്തോഷമാവുന്നുണ്ടെങ്കിലും അതിനൊപ്പം തന്നെ ഇവൾക്ക് ഉള്ളിലും ഭയങ്കരമായിട്ട് വിഷമാവുന്നുണ്ടായിരിക്കും. നമ്മുടെ അസിസ്റ്റന്റിന്റെ മുമ്പിൽ അതൊന്നും കാണിക്കാതെ തന്നെ അങ്ങനെ ഒരു വിധത്തിൽ അവർ രണ്ടുപേരും സെറ്റ് ചെയ്ത് വിട്ടു. അവർ ഹാപ്പിയാണ്, അവരെന്തായാലും സെറ്റ് ആയിക്കോളും എന്നൊക്കെ പറയുന്നുണ്ട്. സീങ്ങോട്ടി വന്ന് നമ്മുടെ കൂടിച്ചേരൻ ഒരാളെ വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. ഇതാരാണെന്ന് ചോദിക്കഴിഞ്ഞാല് സീസൺ 1 വില്ലൻ ഹെൽപ്പ് ചെയ്ത ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും ആളാണ്. നിങ്ങൾ ദയവ് ചെയ്ത് സത്യം പറയണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാല് നമ്മുടെ ഫസ്റ്റ് സീസണിൽ ഉണ്ടായിരുന്ന വില്ലന് റീസെന്റ് മരിച്ചു പോയിട്ടുണ്ടായിരിക്കും, അതുകൊണ്ടാണ് നിങ്ങളടുത്ത് ചോദിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അവൻ മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഇയാള് ഹാപ്പി ആയിട്ട് ഞാൻ അവന് സത്യം ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരിക്കലും ഞാൻ സത്യം പറയില്ല എന്നുള്ളത്. ഇപ്പൊ എന്തായാലും അവൻ മരിച്ചില്ലേ, അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം പറയാന്ന് പറഞ്ഞിട്ട് ഓരോന്ന് പറഞ്ഞു തുടങ്ങുന്നുണ്ട്. നമ്മുടെ ഹീറോയുടെ ഒരു എല്ല് എടുത്തിട്ട് ഇവന് വെച്ച് കഴിഞ്ഞാല് ഇവൻ കുറെ കാലം ജീവിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവനെ കൊല്ലാൻ വേണ്ടി നോക്കിയേ. പക്ഷെ എന്നെ കൊണ്ട് അത് സാധിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അതെല്ലാം വിട്ട് കളഞ്ഞെന്ന് പറഞ്ഞിട്ട് ഇവനും ആ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതൊക്കെ നിനക്ക് ഇവനല്ലാതെ വേറെ ആരെങ്കിലും മോൺസ്റ്റർ ആയിട്ടുണ്ടോ എന്ന് അറിയുമെന്ന് ചോദിക്കുമ്പോ എനിക്കൊരു കാര്യം ഓർമ്മയുണ്ട്, പക്ഷെ എന്റെ അടുത്ത് ആ വില്ലൻ പറഞ്ഞതാണ്, എനിക്ക് കാര്യം എന്താണെന്ന് കറക്റ്റ് അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇവനും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാലും എന്റെ പിന്നാലെ വരുന്നവന് എന്നെ ജീവനോട് തന്നെ കൊണ്ടുവരുമെന്ന് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിന്റെ പൊരുൾ എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അവൻ എന്റെ കൂടെയുള്ള ടൈമിൽ പറഞ്ഞതാണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എനിക്കെന്താ അവൻ ഒറ്റയ്ക്കാണെന്ന് തോന്നുന്നില്ല, ഇവരൊരു ഓർഗനൈസേഷൻ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു, അതൊക്കെ നീ വേണം കണ്ടുപിടിക്കാണെന്ന് പറഞ്ഞിട്ട് ഇവനും ഓരോ ക്ലൂസ് എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വീട്ടിൽ നമ്മുടെ ഹീറോയിന് വീട്ടിലോട്ട് വരുമ്പോ അവളുടെ അച്ഛനും അമ്മയും അവിടെ വന്നിട്ടുണ്ടായിരിക്കും. എന്താ നിങ്ങൾ പറയാതെ വന്നേ, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോ ഇതുവഴി വന്നപ്പോ നിന്നെ കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചാണ്. അല്ല നമ്മുടെ ഹീറോ എവിടെയും ചോദിക്കുമ്പോ അല്ല ഇപ്പൊ എന്തിനാ അവനെ കുറിച്ച് ചോദിക്കുന്നേ, അല്ല ഞങ്ങൾ അവനെ കാണാൻ വേണ്ടിട്ടാ വന്നേന്ന് ഇവര് പറഞ്ഞിട്ട് ഓക്കെ ഞങ്ങൾ അവന്റെ വീട്ടിൽ പോയി കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങുമ്പോ ഇവനും കുറെ പറയുന്നുണ്ട് എനിക്ക് അവനും തമ്മിൽ ബ്രേക്കപ്പ് ആയി, പിന്നെ എന്തിനാ നിങ്ങൾ അവനെ പോയി കാണുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നീ മിണ്ടാതിരിക്കും, ഞാൻ അവനെ പോയി കണ്ടിട്ട് വരാന്ന് പറഞ്ഞ് രണ്ടുപേരും വേഗം അവന്റെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അതേസമയം തന്നെ ആയിരിക്കും നമ്മുടെ ഹീറോയും ഫ്രണ്ട് മോഡിച്ചറും മൂവി എല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തുന്നത്. ഇത് കണ്ടതും ഇവർക്കും ഷോക്ക് ആവുന്നുണ്ട്. എന്തും നിന്റെ ബോയ് ഫ്രണ്ട് വേറൊരു പെണ്ണിന്റെ ഒപ്പം ഒക്കെ നമുക്ക് സംസാരിക്കാമെന്നും പറഞ്ഞ് അവരെല്ലാം വിളിച്ചു വരുത്തുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ട് മോഡിച്ചറിന്റെ അടുത്തും നിനക്കിപ്പോ എത്ര മാസമായി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അല്ല ഈ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട് മോഡിച്ചറും പെട്ടെന്ന് തന്നെ നമ്മുടെ ഹീറോയെ നോക്കുന്നുണ്ടായിരിക്കും. ഇവർക്കും പെട്ടെന്ന് ഇത് കേട്ടതും ഷോക്ക് ആവുന്നുണ്ട്. എന്ത് ഇവനാണോ കുഞ്ഞിന്റെ അച്ഛനെന്ന് ചോദിക്കുമ്പോൾ അല്ലല്ല അദ്ദേഹം പുറത്താണ് വർക്ക് ചെയ്യുന്നത്, കുറച്ച് വിട്ടിട്ടാണ് അദ്ദേഹത്തിന്റെ വർക്കും കാര്യങ്ങളെല്ലാം എന്ന് പറഞ്ഞിട്ട് ഇവളും എങ്ങനെയൊക്കെ സമാധാനിപ്പിക്കുന്നുണ്ട്. അതൊക്കെ ഓക്കെ, പിന്നെ നിങ്ങൾ രണ്ടുപേരും എന്തിനാ ഇപ്പൊ പുറത്തു പോയിട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ ഹീറോയും ഹോസ്പിറ്റലിൽ പോയതാണെന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോയിനും പെട്ടെന്ന് തന്നെ സത്യം പറയുന്നുണ്ട്, ഇല്ല സിനിമയ്ക്ക് പോയതാണ്. ഹീറോയും പെട്ടെന്ന് എന്ത് പറയണമെന്നും അറിയാതെ ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു വരുന്ന വഴിക്ക് ഒരു സിനിമയ്ക്ക് കയറിയിട്ടാണ് വരുന്നത്. ഓക്കെ, വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഹീറോയിന്റെ അച്ഛനും അമ്മയും ഇവരെ വിട്ടുന്നുണ്ടാവുന്നത്. അങ്ങനെ അവര് പുറത്തു പോയതിനു ശേഷം നമ്മുടെ ഹീറോയിനെ പിടിച്ചിട്ട് ഇവർ രണ്ടുപേരും നല്ലോണം ചൂടാവുന്നുണ്ടായിരിക്കും. എന്നാ നീ നിന്റെ ബോയ് ഫ്രണ്ടിനെ നിന്റെ ഫ്രണ്ടിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അവർക്ക് രണ്ടുപേർക്കും മൂവി ടിക്കറ്റ് എടുത്തിട്ട് അവരെ ഒരുമിപ്പിക്കാൻ നോക്കുന്നു, നീ എന്ത് ജോലിയാ ചെയ്യുന്നേ, എന്നൊക്കെ എന്റെ മകളാണെന്ന് പറയാൻ തന്നെ എനിക്ക് നാണക്കേടാണ്. അങ്ങനെ തന്നെ രണ്ടുപേരും മാറി മാറി ഇവളെ ചൂടായിക്കൊണ്ടിരിക്കുകയായിരിക്കും. ദയവേത് നീ ഇങ്ങനെയൊന്നും ചെയ്യരുത്, അവന് ക്യാൻസർ ഉണ്ടെന്ന് പോലും നീ നോണ പറഞ്ഞില്ലേ, ഞങ്ങളടുത്ത് കുറെ നോണ പറയുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം, പക്ഷെ എന്നാലും ചെറിയ പെണ്ണല്ലെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇത്രയും കാലം വെറുതെ വിട്ടു. പക്ഷെ നീ ഇപ്പൊ ചെയ്യുന്ന കാര്യം ഞങ്ങൾക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, നീ നിന്റെ ബോയ് ഫ്രണ്ടിനെ വേറൊരുത്തേക്ക് സെറ്റാക്കി കൊടുക്കുന്നു, ഞങ്ങളുടെ വില തന്നെ നീ കളയുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് ഇവളെ കുറിച്ച് പറയുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ ഹീറോയിന്റെ ഉള്ളിലുള്ള സങ്കടം മൊത്തം നീങ്ങി പൊട്ടുന്നുണ്ട്. ഇവന് കരഞ്ഞുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുകയാണ്. അച്ഛ അമ്മ എനിക്ക് അവന് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് അവനെ എത്രത്തോളം ഇഷ്ടമാണെന്ന് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് കഴിയത്തില്ല. ഞങ്ങൾ ബ്രേക്കപ്പ് ആയതിനു ശേഷവും ഞാൻ അവനെ കുറെ തവണ എന്റെ മൈൻഡിൽ നിന്ന് കളയാൻ നോക്കിയെങ്കിലും എനിക്ക് ഒരിക്കലും
ഒരിക്കലും അതിന് സാധിക്കുന്നില്ല. എനിക്കറിയാം എന്റെ ലൈഫ് എത്ര ചെറുതാണെന്ന്, പക്ഷെ എന്നിട്ടും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് അവൻ അത്രയ്ക്ക് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവളും കരയുന്നുണ്ട്. എനിക്ക് അവൻ അത്രയ്ക്ക് ഇഷ്ടമാണ്, ഒരു നിമിഷം പോലും കളയാതെ അവന്റെ കൂടെ തന്നെ ജീവിക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ എന്നെ കൊണ്ട് കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവളും കുറെ കരയുന്നുണ്ടായിരിക്കും. ഇത് പുറത്തു നിന്നുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോയും ഫ്രണ്ടും മോണിച്ചറും എല്ലാം കേൾക്കുന്നുണ്ടായിരിക്കും. ഇവനും വളരെ വിഷമമായിട്ടുണ്ട്, ഇവനും ഫീൽ ചെയ്ത് നല്ലോണം കരയുന്നുണ്ട്. ഉള്ള അച്ഛനും അമ്മയും അവിടുന്ന് പോയതിനു ശേഷം നമ്മുടെ ഹീറോയിന് രാത്രി മൊത്തം അവിടെ ഒരേ കരച്ചിലായിരിക്കും. നമ്മുടെ ഹീറോയിന് അവിടെ കിടന്ന് കരയുന്നത് മൊത്തം നമ്മുടെ ഹീറോയുടെ വീട്ടിലിരുന്നിട്ട് അവന് ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. പിറ്റേ ദിവസം നമ്മുടെ ഹീറോ രാവിലെ ചെടികൾക്കെല്ലാം നനച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹീറോ ഒന്നും അറിയാതെ തന്നെ അങ്ങോട്ട് പോവാന്ന് പറഞ്ഞിട്ട് മെല്ലെ നടക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഹീറോ അവിടെ വെച്ച് തന്നെ അവിടെ കാണുന്നുണ്ട്. അങ്ങനെ തന്നെ അവളെ വിളിച്ച് ഇവനും കുറെ സംസാരിച്ചു തുടങ്ങാണ്. ഇവിടെ നോക്കി, ഞാൻ നിന്റെ കൂടെ ഡേറ്റിന് വരാനാണ് ആഗ്രഹിക്കുന്നത്, പക്ഷെ നീ എന്റെ കൂടെ വരാന്ന് പറഞ്ഞിട്ട് നിനക്ക് പകരം അവളെ കയറ്റി വിട്ടു. പക്ഷെ ഈ പ്രാവശ്യം എനിക്ക് എന്തായാലും നിന്റെ കൂടെ ഡേറ്റിന് പോകാനാണ് ആഗ്രഹം, അതുകൊണ്ട് തീർച്ചയായിട്ടും നീ വരണം എന്ന് പറയുമ്പോൾ ഇവളും ഇല്ലല്ല എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് പറയുമ്പോൾ ഈ രണ്ട് പ്രാവശ്യം മാത്രം എന്റെ കൂടെ ഡേറ്റിന് പോവാ, അതിനുശേഷം എല്ലാം നിന്റെ ഇഷ്ടം എന്ന് പറയുമ്പോൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഇതെന്തായാലും ചെയ്തേ പറ്റത്തുള്ളൂ, നീ എനിക്ക് എന്ത് റൂൾസ് വെച്ചാലും കുഴപ്പമില്ല, ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഹീറോ അവിടുന്ന് പോകുന്നുണ്ട്. സീങ്കട്ടിട്ട് നമ്മുടെ ഹീറോയും പോലീസുകാരനും ഇരുന്ന് സംസാരിക്കുന്നുണ്ടായിരിക്കും. പോലീസുകാരനും നീ എന്തിനാണ് തിരിച്ചു വന്നേ, ദയവേത് എന്റെ അടുത്ത് സത്യം പറയാന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോയും അങ്ങനെ മുഴുവനായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നൊന്നുമില്ല. ഇപ്പോഴും പോലീസുകാരനും ഒരു വഴിയില്ലാതെ, നീ നോക്ക് എനിക്ക് പ്രശ്നത്തിന്റെ മുകളിൽ പ്രശ്നം വരുന്നുണ്ട്, ഓരോരുത്തരും നമ്മുടെ ഫസ്റ്റ് സീസണിലെ വില്ലൻ മരിച്ച കാര്യങ്ങളെല്ലാം ഇവന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാല് ഏതോ ഒരു കല്ലറയുടെ ഉള്ളിൽ നിന്ന് ആരോ എണീറ്റ് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും, പക്ഷെ ആരാണെന്നുള്ള കാര്യങ്ങളൊന്നും ഇവിടെ കാണിക്കുന്നില്ല. ഫുള്ള് രക്തമായിരിക്കും അവന്റെ ദേഹം മുഴുവന്. അവൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കമ്പ് അവന്റെ കൈ തട്ടി മുറിയാവുന്നുണ്ടെങ്കിലും അടുത്ത നിമിഷം തന്നെ അത് മാഞ്ഞു പോകുന്നുണ്ട്. ഐ തിങ്ക് ഇവനും ഒരു മോൺസ്റ്റർ ആയിരിക്കും. അടുത്തത് ഒരു കല്ലറയില് ആരോ ഒരു ബൊക്കെയൊക്കെ വെക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. മേ ബി ഇവനായിരിക്കും ഈ കഥയിലെ വില്ലൻ. ഇവിടെ നമ്മുടെ ഹീറോയും പോലീസും ആ ടോപ്പിക്ക് തുറന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ഹീറോയും ഇനി അവൾക്ക് ഞാൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല, നീ എന്തായാലും അതിന്റെ കാര്യങ്ങളൊന്നും ആലോചിച്ച് പേടിക്കണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ പോലീസുകാരൻ പറയുന്നുണ്ട്, ഓക്കെ എനിക്കറിയാം നീ അവളുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവള് സേഫ് ആയിരിക്കും, അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തായാലും ഒരുമിച്ച് സേഫ് ആയിട്ടിരിക്കണം, അവൾ ഒരിക്കലും ഒറ്റയ്ക്ക് വിടരുത്. ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇവൻ വിഷമത്തോടെ ആണെന്നുണ്ടെങ്കിലും ഇവന് ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഹീറോയും പെട്ടെന്ന് തന്നെ, അല്ല നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ പോലീസുകാരന് പ്രത്യേകിച്ച് ഒരു മറുപടി കൊടുക്കാതെ നിൽക്കുന്നുണ്ട്. നമ്മുടെ ഹീറോയും പോലീസുകാരുടെ അടുത്ത് എല്ലാം സംസാരിച്ചിട്ട് അവരുടെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. നമ്മുടെ ഹീറോയിന്റെ വീട് നോക്കുമ്പോൾ അവിടെ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തിട്ടുണ്ടായിരിക്കും. എല്ലാം കണ്ട് ഇവനും വളരെ വിഷമിച്ചിട്ട് അവന്റെ വീട്ടിലോട്ട് വരുന്നുണ്ട്. അസിസ്റ്റന്റും വന്നിട്ട്, അല്ല നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അല്ല നിനക്ക് എന്താ പ്രശ്നം, ഇല്ലല്ല ചുമ്മാ ചോദിച്ചാണെന്നൊക്കെ പറയുമ്പോൾ, ഓക്കെ ഹീറോയിൻ ഫുഡ് കഴിച്ചു, അവൾ എന്താ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കറിയത്തില്ല, ഞാൻ ഇതുവരെ അവളുടെ അടുത്ത് പോയിട്ടോ വിളിച്ചിട്ടോ ഒന്നുമില്ല. ഇവിടെ നോക്ക്, നീ അവൾ ഒരിക്കലും ഒറ്റക്കാക്കരുത്, എപ്പോഴും അവളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കണം, അവൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നീ ചെയ്തു കൊടുക്കണം. ഇങ്ങനെ ഇവൻ ശോകമായിട്ട് ഒരു കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ അസിസ്റ്റന്റിനും കുറച്ച് ടെൻഷൻ ആവുന്നുണ്ട് തോന്നുന്നു. ഇവൻ പെട്ടെന്ന് തന്നെ വന്നിട്ട്, എന്ത് നീ പിന്നെ അവളെ വിട്ടിട്ട് പോവാൻ നോക്കാണോ, എന്താ നിനക്ക് വട്ടാണോ, ഞാൻ അങ്ങനെ എന്തെങ്കിലും എന്റെ അടുത്ത് പറഞ്ഞോ, ഓ ഇപ്പഴാ എനിക്ക് സമാധാനമായി, ഞാൻ വീണ്ടും നീ അവളെ വീട്ടിൽ പോവാണെന്ന് വിചാരിച്ചു. ഞാൻ നിന്റെ അടുത്ത് ഒരു കാര്യം ചോദിക്കാൻ മറന്നു, അവള് രാവിലെ തന്നെ എങ്ങോട്ട് പോവുകയാണെന്ന് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എങ്ങോട്ടാ പോയെന്ന് എനിക്കറിയില്ല, നിനക്ക് അറിയുമെന്ന് ചോദിക്കുമ്പോ ഹീറോയ്ക്കും പെട്ടെന്ന് തന്നെ ടെൻഷൻ ആവുന്നത്, എന്ത് അവളെ എങ്ങോട്ട് പോവാണെന്ന് പറഞ്ഞേ, എന്താ പറഞ്ഞേ, ഇങ്ങനെ നമ്മുടെ ഹീറോ അസിസ്റ്റന്റ് അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ വെച്ച് തന്നെ ഈ എപ്പിസോഡും അവസാനിക്കുന്നുണ്ട്. നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ അമർത്തി കഴിഞ്ഞാൽ ഞാൻ ഇന്ന് വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്.